പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ലിറ്ററേച്ചറിലെ ഒരു ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്, പ്രധാന ഭാഗം. ഇനിയിപ്പോൾ ഉപപാഠമാണ് പഠിക്കാനുള്ളത്. ഉപപാഠം എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ തനിയെ വായിച്ച് അതിൽ നിന്നുള്ള പ്രധാന പോയിന്റ്സ് എഴുതി വെച്ച് അതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തി പഠിക്കേണ്ട ഒന്നാണ്. സാധാരണ ഉപപാഠം വളരെ ലളിതമായ ഒന്നായിരിക്കും, ആരും അങ്ങനെ വിശകലനം ചെയ്യേണ്ടതില്ല. എന്നാലും നിങ്ങൾ +2 ആയതുകൊണ്ട് ബോർഡ് എക്സാമിൽ നിങ്ങൾ ചെയ്യണം എന്നുള്ളത് കൊണ്ട്, പരീക്ഷയ്ക്കിരിക്കണം, വലിയ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് കൊണ്ട് ഞാനൊന്ന് എടുത്തു തരണം, പരിചയപ്പെടുത്തി തരും ഉപപാഠത്തിന്. നിങ്ങൾ ആഴത്തിൽ വായിക്കേണ്ട ചുമതല നിങ്ങളുടെയാണ്. അപ്പോൾ എല്ലാവരും പുസ്തകം എടുത്ത് തയ്യാറായിട്ടിരിക്കാം. ഇതാണ് ഉപപാഠ പുസ്തകം അമ്മയ്ക്ക്. ഇതിലെ കുറിപ്പുകളാണ്, ഓർമ്മക്കുറിപ്പുകളാണ്. MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. രാജ്യം മുഴുവൻ അറിയുന്ന പ്രതിഭയാണ് ശ്രീ MT വാസുദേവൻ നായർ. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് മുഴുവൻ പേര്. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. 1933 ജൂലൈ 15 അദ്ദേഹം പൊന്നാനിയിലെ കൂടല്ലൂരിലാണ് ജനിച്ചത്, വളർന്നതും. ഇടയ്ക്കൊക്കെ പുന്നയൂർ കുളത്ത് പോകും. പുന്നയൂർ കുളത്ത് അച്ഛൻ്റെ വീടാണ്. അദ്ദേഹം ഒരു നായർ തറവാട്ടിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ മരുമക്കത്തായ സമ്പ്രദായം നിലനിന്നിരുന്ന ഒരു കാലത്താണ് അദ്ദേഹം വളർന്നത്. അതുകൊണ്ട് തന്നെ അമ്മ വീട്ടിലായിരുന്നു ജനനവും ബാല്യകാലവും. അതുകൊണ്ടാണ് അദ്ദേഹം മാടത്ത് തെക്കേപ്പാട്ട് പൊന്നാനിയിലെ കൂടല്ലൂരിൽ ജനിച്ച് വളർന്ന ഒരു കുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലവും കൗമാരവും എല്ലാം പ്രതിപാദിക്കുന്ന ഒന്നാണ് അമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഈ ഓർമ്മക്കുറിപ്പുകൾ. ഓർമ്മക്കുറിപ്പുകളാണിത്. ഡയറിക്കുറിപ്പുകൾ പോലെയാണ് ഓരോന്നും എഴുതിയിരിക്കുന്നത്. വരി വരിയായി ഇങ്ങനെ ഓർമ്മക്കുറിപ്പുകൾ വന്നിരിക്കുകയാണ്. അത് നമ്മൾ പറഞ്ഞു, MT വാസുദേവൻ നായർ. പ്രത്യേകിച്ച് മുഖവുരയൊന്നുമില്ലാതെ തന്നെ നിങ്ങൾക്കറിയുന്ന ആളാണ് MT വാസുദേവൻ നായർ. അദ്ദേഹം അധ്യാപകനാണ്, എഴുത്തുകാരനാണ്, പത്രപ്രവർത്തകനാണ്. ഇങ്ങനെ വിവിധ രംഗങ്ങളിൽ എഴുത്തുകാരൻ എന്നതിൽ തന്നെ കവിത എഴുതും, കഥ എഴുതും, നോവൽ എഴുതും, നാടകം എഴുതിയിട്ടുണ്ട്, തിരക്കഥ എഴുതിയിട്ടുണ്ട്, സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. മലയാള സാഹിത്യത്തിലെ പരമോന്നത ബഹുമതിയായ പുരസ്കാരമായിട്ടുള്ള ഏറ്റവും വലിയ പുരസ്കാരമെന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് 1995 ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് സമഗ്ര സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമായിട്ടാണ് 1995 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. രാജ്യം അദ്ദേഹത്തെ 2005 പത്മഭൂഷൺ നൽകി ആദരിച്ചു. അദ്ദേഹത്തിൻ്റെ ഓരോ കഥയും നോവലിനും നിരവധി പുരസ്കാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു മഹാപ്രതിഭയുടെ ഓർമ്മക്കുറിപ്പാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഒന്ന് നോക്കാം. MT വാസുദേവൻ നായർ 1933 ജൂലൈ 15 പൊന്നാനിയിലെ കൂടല്ലൂരിലാണ് ജനിച്ചത്. അച്ഛൻ്റെ വീട് പുന്നയൂർ കുളത്തിലാണ്. പുന്നയൂർ കുളത്ത് ഇടയ്ക്കിടെ അദ്ദേഹം സന്ദർശിക്കാറുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്.
നമ്മളെ പ്രിയപ്പെട്ട കഥാകാരിയുടെ സ്ഥലം കൂടിയാണ്, മാധവിക്കുട്ടിയുടെ സ്ഥലം കൂടിയാണ് പുന്നയൂർക്കുളം. മാധവിക്കുട്ടിയുടെ എന്ന് മാത്രമല്ല, ഈ പൊന്നാനിയിൽ നിരവധി എഴുത്തുകാരുണ്ട്. പൊന്നാനിയിൽ ഒരുപാട് പേര്. ഇപ്പോഴുമുള്ള അക്കിത്തം നമ്പൂതിരിയുടെ വീട് അവിടെ അടുത്താണ്. അക്കിത്തത്തിൻ്റെ ഒരു കൂട്ടുകാരൻ കൂടിയാണ്. അവിടെ നിത്യ സന്ദർശകനാണ് MT വാസുദേവൻ നായർ. സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ, വിശിഷ്ടാംഗം എന്നിങ്ങനെ പല പദവികളും അദ്ദേഹം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ മലമക്കാവ് എലിമെൻ്ററി സ്കൂളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. അതിനുശേഷം കുമരനെല്ലൂർ സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം അദ്ദേഹം വിക്ടോറിയ കോളേജിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദം നേടി. സാഹിത്യകാരനാണ് എന്ന് തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒക്കെ ആയിരിക്കാം ബിരുദമെന്ന്. രസതന്ത്രത്തിലാണ് അദ്ദേഹം ബിരുദം നേടിയത്. അദ്ദേഹം അധ്യാപകനായിരുന്ന കുറെ കാലം. പിന്നെ മാതൃഭൂമിയിലെ സബ് എഡിറ്ററായി ജോലി നോക്കി. പിന്നീട് മാതൃഭൂമി പീരിയോഡിക്കൽസിൻ്റെ എഡിറ്ററായി തീർന്നു. അതിൽ കൂടെ എഴുത്തുകളും നോവൽ എഴുത്തും കഥയെഴുത്തും എല്ലാമായിട്ട് അദ്ദേഹം അവിടെ ജോലി ചെയ്തു. കേരള സാഹിത്യ അക്കാദമിയിലെ വിശിഷ്ട അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ, കുറച്ച് കൃതികളെ ഞാൻ പറയുന്നുള്ളൂ, മുഴുവൻ നമുക്ക് പറയാനായിട്ട് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഞാൻ വായിക്കാം. രക്തം പുരണ്ട മൺതരികൾ അദ്ദേഹം വിക്ടോറിയ കോളേജിലായിരിക്കുന്ന സമയത്ത് എഴുതിയ ഒരു കഥയാണ് അന്ന് പബ്ലിഷ് ചെയ്ത്. ഒരുപക്ഷെ ഏറ്റവും പബ്ലിഷ് ചെയ്തതിൽ ആദ്യത്തേത് രക്തം പുരണ്ട മൺതരികൾ എന്ന കഥയായിരിക്കാം. അതിനുശേഷം മാതൃഭൂമിയിൽ ഖണ്ഡശയായി പാതിരാവും പകൽ വെളിച്ചവും എന്ന നോവൽ ഖണ്ഡശയായി പ്രസിദ്ധീകരിച്ചു. എന്നാൽ നാലുകെട്ട് എന്ന നോവലാണ് പുസ്തക രൂപത്തിൽ ആദ്യം ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ നോവൽ. നാലുകെട്ട് 1958 ഈ നാലുകെട്ട്. നമുക്ക് ഇങ്ങനെ ഓരോ ഇയറും അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ആ വളർച്ചയും എന്തൊക്കെയായാലും ചെറുപ്പകാലം മുതൽ ആ എഴുത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് ഇതെല്ലാമാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. ഇവിടെ പ്രധാന നോവലുകൾ കാലം, അസുരവിത്ത്, വിലാപയാത്ര, മഞ്ഞ്, അറബിപ്പൊന്ന്, KT മുഹമ്മദും കൂടി ചേർന്ന് എഴുതിയിട്ടുള്ള നോവലാണ് അറബിപ്പൊന്ന്. രണ്ടാമൂഴത്തെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. ഭീമൻ കേന്ദ്ര കഥാപാത്രമായി, ഭീമനെ ഒരു നല്ല കഥാപാത്രമായി, ഒരു ഉജ്ജ്വല വ്യക്തിത്വമായി കൊണ്ടുവരുന്ന ഒരു നോവലാണ് രണ്ടാമൂഴം. പിന്നെ വാരണാസി, ഈ നോവലുകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. നമ്മളൊരു വായന തുടങ്ങുന്ന സമയത്ത് MTയുടെ കഥകൾ, MTയുടെ നോവലുകൾ വായിക്കാത്തവരായി, അതിൽ നിന്നായിരിക്കും നമ്മളുടെ തുടക്കം. MTയുടെ നോവലുകൾ ഏത് പ്രായത്തിലും ഏത് തരക്കാർക്കും വായിച്ച് രസിക്കാവുന്ന അത്രയും ലളിതസുന്ദരമായ ഭാഷയിൽ നമ്മുടെ എല്ലാം അനുഭവങ്ങളാണ് എഴുതി വെച്ചതെന്ന് തോന്നുമാറ് ആണ് അദ്ദേഹത്തിൻ്റെ രചനാരീതി. അത്രയും മനോഹരമായ, നമ്മളെ പിടിച്ചിരുത്തി വായിപ്പിക്കുന്ന ഒരു ക്രാഫ്റ്റ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ, ഈ കഥകൾക്കെല്ലാം നിരവധി പുരസ്കാരങ്ങളുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയാവുന്ന പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം, പത്മഭൂഷൺ, എഴുത്തച്ഛൻ പുരസ്കാരം. ഇതിൻ്റെ കൂടെ വയലാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രമുഖമായിട്ടുള്ള എല്ലാ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. പോരാത്തതിന് സിനിമകൾ, ഇഷ്ടംപോലെ സിനിമകൾ അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്. ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വടക്കൻ വീരഗാഥയുടെ കഥ ഞാൻ പറഞ്ഞു അല്ലേ, അതുപോലെ അതിനൊക്കെ
സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്, പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രതിഭയുടെ ഓർമ്മക്കുറിപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾക്ക് ഈ ഓർമ്മക്കുറിപ്പുകളിലൂടെ അദ്ദേഹത്തെ കൂടുതൽ അറിയാനായിട്ട് സാധിക്കും. ഇവിടെ സിതാര എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര്, വീടിൻ്റെ പേര് സിതാര എന്നാണ്. അപ്പോൾ ഇവിടെ കൊട്ടാരം റോഡ്, കോഴിക്കോടാണ് ഇപ്പോൾ താമസിക്കുന്നത്. ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഞാനൊന്ന് വായിക്കാം. ഇവിടെ എഴുതിയിട്ടുള്ളത്: പൊന്നാനി താലൂക്കിൽ കൂടല്ലൂരിൽ 1933 ജൂലൈ 15 ജനനം. ഞാൻ ഇവിടെ പറഞ്ഞു അല്ലേ. അച്ഛൻ ടി നാരായണൻ നായർ, അമ്മ അമ്മാളു അമ്മ. ആ അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. കുമരനെല്ലൂർ ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് 1953 BSc കെമിസ്ട്രി ബിരുദം. പുസ്തകം എല്ലാവരും എടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? അത് നോക്കണം, എടുത്ത് തുറക്കണം കേട്ടോ. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് 1953 BSc കെമിസ്ട്രി ബിരുദം നേടി. അധ്യാപകൻ, പത്രാധിപർ, കഥാകൃത്ത്, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, സിനിമാ സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായി. മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് ആദ്യ തിരക്കഥ എഴുതി. നിർമാല്യം, കടവ്, ഒരു വടക്കൻ വീരഗാഥ, സതയം, പരിണയം തുടങ്ങിയ ചലച്ചിത്രങ്ങൾക്ക് ദേശീയ അവാർഡും ഓളവും തീരവും, ബന്ധനം, ഓപ്പോൾ, ആരൂഢം, വളർത്തുമൃഗങ്ങൾ, അനുബന്ധം, തൃഷ്ണ, ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, അമൃതം കെമയ, പെരുന്തച്ചൻ, സുഹൃതം, ഒരു ചെറുപുഞ്ചിരി, തീർത്ഥാടനം എന്നിവയ്ക്ക് സംസ്ഥാന ബഹുമതികളും ലഭിച്ചു. തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത കടവ്, സിംഗപ്പൂർ, ജപ്പാൻ എന്നിവിടങ്ങളിൽ നടന്ന ചലച്ചിത്രോത്സവങ്ങളിലും അവാർഡുകൾ നേടി. മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് പ്രേംനസീർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നല്ല സീരിയലിനുള്ള 1996 കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് നാലുകെട്ടിന് ലഭിച്ചു. രണ്ടാമൂഴം വയലാർ അവാർഡും മുട്ടത്തി വർക്ക് ഫൗണ്ടേഷൻ അവാർഡും നേടി. നാലുകെട്ട്, സ്വർഗം തുറക്കുന്ന സമയം, ഗോപുരനടയിൽ എന്നീ കൃതികൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും, കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും, വാനപ്രസ്ഥത്തിന് ഓടക്കുഴൽ അവാർഡും ലഭിച്ചിട്ടുണ്ട്. 1996 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായി. കാലിക്കറ്റ് സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും 1996 ഓണററി ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ചു. 2005 പത്മഭൂഷൺ ലഭിച്ചു. 2005 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചു. 2011 കേരള സർക്കാരിന്റെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായി. 2013 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി ആദരിച്ചു. മാതൃഭൂമി പീരിയോഡിക്കൽസ് പത്രാധിപർ, കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് മെമ്പർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഫിലിം ഫിനാൻസ് കോർപ്പറേഷൻ, നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഫിലിം സെൻസറിംഗ് കമ്മിറ്റി എന്നിവയിൽ അംഗമായിരുന്നിട്ടുണ്ട്. 1998 ഇന്ത്യൻ പനോരമ ചെയർമാനായിരുന്നു അദ്ദേഹം. 2008 കൊൽക്കത്ത നേതാജി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡീലിറ്റ് നൽകി ആദരിച്ചു. ഇപ്പോൾ തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷൻ. സാഹിത്യ സാംസ്കാരിക രംഗത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാന കൃതികൾ: മഞ്ഞ്, കാലം, നാലുകെട്ട്, അസുരവിത്ത്, വിലാപയാത്ര, പാതിരാവും പകൽ വെളിച്ചവും, അറബിപ്പൊന്ന്, രണ്ടാമൂഴം, വാരണാസി, ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, കുട്ടിയടത്തി, വാരിക്കുഴി, പതനം, ബന്ധനം, സ്വർഗം തുറക്കുന്ന സമയം, നിന്റെ ഓർമ്മയ്ക്ക്, വാനപ്രസ്ഥം, MTയുടെ തിരഞ്ഞെടുത്ത കഥകൾ, ഡാറസ്സലാം, രക്തം പുരണ്ട മൺതരികൾ, വെയിലും നിലാവും, കളിവീട്, വേദനയുടെ പൂക്കൾ, ഷെർലക് കഥകൾ, ഗോപുരനടയിൽ, കാർത്തികന്റെ കല, കാർത്തികന്റെ പണിപ്പുര, ഹെമിംഗ്വേ ഒരു മുഖപുര,
കണ്ണാന്തളി പൂക്കളുടെ കാലം, ഇതൊക്കെ പ്രബന്ധങ്ങളാണ് ഇത് രണ്ടും. ആൾക്കൂട്ടത്തിൽ തനിയെ എന്നത് യാത്രാ വിവരണമാണ്. എം.ടിയുടെ തിരക്കഥകൾ പഞ്ചാഗ്നി, നക്ഷതങ്ങൾ, വൈശാലി, പെരുന്തച്ചൻ, ഒരു വടക്കൻ വീരഗാഥ, നഗരമേ നന്ദി, നിഴലാട്ടം, ഒരു ചെറുപുഞ്ചിരി, നീലത്താമര, പഴശ്ശിരാജ, ഇതൊക്കെ തിരക്കഥകളാണ്. സ്നേഹാദരങ്ങളോടെ, അമ്മയ്ക്ക്, ഇത് രണ്ടും ഓർമ്മകളാണ്. സ്നേഹാദരങ്ങളോടെ എന്നുള്ളതും അമ്മയ്ക്ക് എന്നുള്ളതും. ചിത്രത്തെരുവുകൾ, ചലച്ചിത്ര സ്മരണകൾ, ഇംഗ്ലീഷിലേക്കും ഇതര ഭാഷകളിലേക്കും ഈ കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു എഴുത്തുകാരനെ രൂപപ്പെടുത്തിയ കാലവും മനുഷ്യബന്ധങ്ങളുമെല്ലാം ഉടലോട് ത്രസിച്ചുണരുന്ന അനുഭവ സാക്ഷ്യമാണ് ഈ പുസ്തകത്തിൽ. ഇത് എം.ടി എന്ന വലിയ എഴുത്തുകാരൻ സ്വന്തം ബാല്യകൗമാരങ്ങളെയും യൗവനത്തെയും മുള്ളും മലരും നിറഞ്ഞ വഴികളിലൂടെയുള്ള ജീവിതയാത്രകളെയും കുറിച്ചെഴുതിയ കുറിപ്പുകളുടെ സമാഹാരമാണ്. അദ്ദേഹം ഒരു സമ്പന്നനായിരുന്നില്ല, സമ്പന്നമായ ഒരു യാത്രയെക്കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്. മുള്ളും മലരും നിറഞ്ഞ ജീവിതയാത്രയെക്കുറിച്ചാണ് ഈ കുറിപ്പിൽ എഴുതിയിട്ടുള്ളത്. വായനക്കാർക്ക് മുന്നിൽ വല്ലാത്ത ഒരു നിറവോടെ വളർന്നു നിൽക്കുന്ന എം.ടി തന്നിലേക്ക് നോക്കുമ്പോൾ തെളിയുന്നത് കാലവും ചരിത്രവും മനുഷ്യബന്ധങ്ങളുടെ പിരിയൻ ഗോവണികളുമാണ്. മനുഷ്യബന്ധങ്ങളുടെ പിരിയൻ ഗോവണികളുമാണ്. പലയിടത്തും ബന്ധങ്ങളുള്ള ഒരു പിരിയൻ ഗോവണിയാണ് ഒരാളുടെ ബന്ധം. അത് ഒന്നോ രണ്ടോ പേരോട് മാത്രമല്ല, അവിടെ ജനിച്ചു വളർന്ന ആ പ്രദേശത്തുള്ള എല്ലാവരും ആയിട്ടുള്ള ബന്ധങ്ങളും ബന്ധുക്കളും ബന്ധുക്കളുടെ ബന്ധുക്കളും സ്വന്തക്കാരും പ്രിയപ്പെട്ടവരും എല്ലാം അടങ്ങുന്ന ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ കഥയാണ് ഇവിടെ പറയുന്നത്. ഇതുപോലെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിയുക എന്നത് ഏതൊരു പ്രസാധകന്റെയും ചാരിതാർത്ഥ്യമാണ്. ഞങ്ങൾ നിറഞ്ഞ സന്തോഷത്തോടെ ഈ പുസ്തകം സഹൃദയർക്ക് സമർപ്പിക്കുന്നു. ഇത് കറന്റ് ബുക്സ് തൃശ്ശൂരാണ് അച്ചടിച്ച് വിതരണം ചെയ്യുന്നത്. അവരുടെ ഒരു പ്രസാധക കുറിപ്പാണ് ഇപ്പോൾ വായിച്ചത്. എം.ടി വാസുദേവൻ നായരെ കുറിച്ച് ഇവിടെ ഈ പുസ്തകത്തിൻ്റെ പുറകുവശത്തും എഴുതിയിട്ടുണ്ട്. അതും നിങ്ങൾ വായിക്കണം. ഞാനൊന്ന് വായിച്ചു തരാം. ഒരു എഴുത്തുകാരനെ രൂപപ്പെടുത്തിയ കാലവും മനുഷ്യബന്ധങ്ങളുമെല്ലാം ഉടലോട് ത്രസിച്ചുണരുന്ന അനുഭവ സാക്ഷ്യമാണ് ഈ പുസ്തകത്തിൽ. ഇതിൽ എം.ടി എന്ന വലിയ എഴുത്തുകാരൻ സ്വന്തം ബാല്യകൗമാരങ്ങളെയും യൗവനത്തെയും മുള്ളും മലരും നിറഞ്ഞ വഴികളിലൂടെയുള്ള ജീവിതയാത്രകളെയും കുറിച്ചെഴുതിയ കുറിപ്പുകളുടെ സമാഹാരമാണ്. വായനക്കാർക്ക് മുന്നിൽ വല്ലാത്ത ഒരു നിറവോടെ വളർന്നു നിൽക്കുന്ന എം.ടി തന്നിലേക്ക് നോക്കുമ്പോൾ തെളിയുന്നത് കാലവും ചരിത്രവും മനുഷ്യബന്ധങ്ങളുടെ പിരിയൻ ഗോവണികളുമാണ്. നമ്മളെ പ്രസാദ കുറിപ്പിൽ കണ്ടു അല്ലേ? അത് തന്നെയാണ് ഇതിൻ്റെ ബാക്കിൽ. ഇപ്പോൾ ഒരു പുസ്തകം നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ കവർ നമ്മൾ ചെയ്യും. അതിന് ഒരു ശീർഷകമുണ്ടായിരിക്കും. പിന്നെ ഒരു ഇവിടെ ആർക്കാണ് സമർപ്പണം എന്നുള്ളത് അല്ലെങ്കിൽ പേര് ഒന്നുകൂടെ എഴുതും. പിന്നെ ഇവിടെ ഒരു എം.ടി വാസുദേവൻ നായരുടെ ഒരു ജീവചരിത്രക്കുറിപ്പ് ഉണ്ടായിരിക്കും. ഒരു കുറിപ്പ്, പ്രൊഫൈൽ എന്ന് പറയും. പിന്നെ പ്രസാധകരുടെ കുറിപ്പ് ഉണ്ടായിരിക്കും. പിന്നെ അതിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് അമ്മയുടെ ചിത്രമാണ്. എല്ലാവരും പുസ്തകം ഒന്ന് നോക്കുക. അമ്മയുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുറകിലെ എം.ടി വാസുദേവൻ നായരുടെ ചിത്രമാണ്. നിങ്ങൾക്ക് ഞാൻ എം.ടി വാസുദേവൻ നായരുടെ പ്രൊഫൈലും ചിത്രവും അതിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യുന്ന വീഡിയോകളും അയച്ചു തരാം. അതെല്ലാം കാണണം. എന്നിട്ട് ഇത് തുടങ്ങാം. അപ്പം നമ്മളിതിൻ്റെ ആദ്യത്തെ പാഠം ആരംഭിക്കുകയാണ്. ഇവിടെ ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ചു കൊടുത്ത ചിത്രങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ പാഠം ശരിയുടെ ഒരു നിമിഷം. ശരി ആവുന്ന ഒരു നിമിഷത്തെക്കുറിച്ചാണ് എം.ടി പറയുന്നത്. എപ്പോഴാണ് ശരി? ശരിയുടെ ഒരു നിമിഷം. യാത്ര ആരംഭിച്ചു. വർഷങ്ങൾ വളരെ കഴിഞ്ഞുവെന്ന് ഇപ്പോൾ ചില സുഹൃത്തുക്കൾ ഓർമ്മിപ്പിക്കുന്നു.
യാത്ര ആരംഭിച്ചിട്ട് വർഷങ്ങൾ വളരെ കഴിഞ്ഞുവെന്ന് ഇപ്പോൾ ചില സുഹൃത്തുക്കൾ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ഒരുപാട് വർഷങ്ങൾ യാത്ര ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കും? ഇപ്പോൾ ഗൾഫിലേക്ക് പോകുകയാണെങ്കിലും ഒരു 2 ദിവസം കൊണ്ട്, ചിലപ്പോൾ 1 ദിവസം കൊണ്ടൊക്കെ തന്നെ ഫ്ലൈറ്റിലെത്തും അല്ലേ? ഇത് എന്ത് യാത്രയായിരിക്കും? ജീവിതയാത്ര തന്നെ. അത് ചില സുഹൃത്തുക്കൾ ഓർമ്മിപ്പിച്ചപ്പോഴാണ് വർഷങ്ങളായി എൻ്റെ യാത്ര തുടങ്ങിയിട്ട്. അപ്പോൾ ആ യാത്രയുടെ തുടക്കം മുതലാണ് നമുക്ക് വിവരിച്ചു തരാൻ പോകുന്നത്. യാത്ര ആരംഭിച്ചു വർഷങ്ങൾ വളരെ കഴിഞ്ഞുവെന്ന് ഇപ്പോൾ ചില സുഹൃത്തുക്കൾ ഓർമ്മിപ്പിക്കുന്നു. മനസ്സിൻ്റെ വേഗത്തിനൊപ്പം എത്താൻ ചിലപ്പോൾ പാടുപെടുന്ന ശരീരവും ഇത് പിറുപിറുക്കാറുണ്ട്. വയസ്സായി എന്ന് തോന്നുന്നത് ശരീരമാണ് പലപ്പോഴും നമ്മളെ തോന്നിപ്പിക്കുക. മനസ്സിന് എപ്പോഴും ചെറുപ്പം തന്നെയാണ്. ആ മനസ്സിൻ്റെ ആ ചെറുപ്പത്തിനൊപ്പം നമുക്ക് ഒപ്പം ശരീരത്തെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ മനസ്സിൻ്റെ വേഗത കാണുമ്പോൾ, മനസ്സിൻ്റെ യൗവനം കാണുമ്പോൾ ശരീരം ചിലപ്പോൾ പിറുപിറുക്കും. എനിക്കൊപ്പം എത്താൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ പലയിടത്തും പോകണമെന്ന് വിചാരിക്കും, പക്ഷെ ശരീരത്തിന് ആവില്ല. പ്രായാധിക്യത്തിൻ്റെ, പ്രായം വരുന്നതിൻ്റെ ചില ലക്ഷണങ്ങളാണ്. ആ മനസ്സ് എപ്പോഴും ചെറുപ്പമായിരിക്കും. എല്ലാവരുടെയും അല്ലാട്ടോ, മനസ്സ് ചെറുപ്പമായി സൂക്ഷിക്കുന്നവരുടെ, അങ്ങനെ ചെറുപ്പമായി സൂക്ഷിക്കാൻ കഴിയണം. എങ്കിലും ശരീരത്തിനും ചെറുപ്പമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ മനസ്സിൻ്റെ വേഗത്തിനൊപ്പം എത്താൻ ചിലപ്പോൾ പാടുപെടുന്ന ശരീരവും ഇത് പിറുപിറുക്കാറുണ്ട്. കുറേ കാലമായിട്ടോ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് എന്ന്. ആഘോഷമില്ലേ എന്ന് ചിലർ. അപ്പം എന്തായിരിക്കും ആഘോഷമില്ലേ എന്ന് പറയാൻ? പിറന്നാൾ വരുമ്പോഴായിരിക്കും അല്ലേ? അപ്പോൾ പിറന്നാളിനും ഓരോരുത്തരും എൻ്റെ പിറന്നാളാണ്, ഹാപ്പി ബർത്ത്ഡേ ആണ് പറയുമ്പോൾ ഓരോരുത്തർ നമ്മളെന്ന് നോക്കും. പിറന്നാളിന് പ്രായം ചോദിക്കാൻ പാടില്ല എന്നാണ് ഒരു ഹിന്ദു മതത്തിൻ്റെ വിശ്വാസം. പിറന്നാളിന് തന്നെ പ്രായം ചോദിക്കരുത് എന്ന്. എന്നാലും എല്ലാവരും മനസ്സിലുണ്ടാവും എത്ര വയസ്സാണാവോ, എന്നാലും മനസ്സിലെവിടെ കിടക്കും ചോദിക്കില്ല. പ്രായമാവുമ്പോൾ നമ്മൾ 60 വയസ്സിൻ്റെ ഉണ്ടാവും, 70 വയസ്സിൻ്റെ പിറന്നാൾ ആഘോഷിക്കും, 80 വയസ്സിൻ്റെ പിറന്നാൾ ആഘോഷിക്കും, 84 വയസ്സിൻ്റെ പിറന്നാൾ ആഘോഷിക്കും, പിന്നെ 90 വയസ്സിൻ്റെ, 100 വയസ്സിൻ്റെ ഒക്കെ. അപ്പോഴേക്കൊന്നും എത്തില്ല അല്ലേ? 100 വയസ്സുള്ളവരെ, 100 വയസ്സുള്ളവരും ഇപ്പോഴും ഉണ്ട് കേട്ടോ. 103 വയസ്സുള്ളവരൊക്കെ ഉണ്ട്. അവിടെ ഗൗരിയമ്മ നല്ല പ്രവർത്തകയായിട്ട് ഇപ്പോഴും 103 വയസ്സാണ്. അപ്പോൾ പ്രായം അവിടെ ഒരു കണക്കുണ്ടെങ്കിലും ചുറുചുറുക്കോടെ പ്രവർത്തിക്കുന്നവർ ഇപ്പോഴും ധാരാളമുണ്ട്. അപ്പോൾ MTക്ക് തന്നെ പ്രായമായി എന്ന ഓർമ്മ വന്നത് പിറന്നാൾ അടുത്തപ്പോൾ സുഹൃത്തുക്കൾ ഓർമ്മിപ്പിക്കുകയാണ്. യാത്ര തുടങ്ങിയിട്ട് സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കല്ല, പിറന്നാളിന് ആശംസ നൽകുമ്പോഴാണ് സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് MTക്ക് തോന്നുന്നത്. യാത്ര തുടങ്ങിയിട്ട് കുറേ നാളുകളായി. പിന്നെ എങ്ങനെയാണ് തോന്നുന്നത്? അവിടെ തൻ്റെ മനസ്സിൻ്റെ വേഗത്തിനൊപ്പം എത്താൻ ശരീരത്തിന് കഴിയാതായപ്പോൾ ശരീരം പിറുവിൽക്കുന്നുണ്ട് പ്രായമായി എന്ന്. ആഘോഷമില്ലേ എന്ന് ചിലർ. ഇല്ലല്ലോ, വാർദ്ധക്യം ഋതുഭേദം പോലെ ഒരു പ്രകൃതി നിയമം മാത്രമാണല്ലോ, അതിലെന്താ ആഘോഷിക്കാൻ? വാർദ്ധക്യം എന്നത് ഋതുഭേദം പോലെ, ഋതുഭേദം കാലാവസ്ഥകളുടെ മാറ്റം പോലെ, മഴക്കാലം, വേനൽക്കാലം, ശരത്കാലം, മഞ്ഞുകാലം എന്നിങ്ങനെ പല കാലങ്ങൾ മാറുന്നത് പോലെ ഋതുവിൽ വരുന്ന വ്യത്യാസം പോലെയാണ് വാർദ്ധക്യവും. ബാല്യം, കൗമാരം, യൗവനം, പിന്നെ മധ്യവയസ്സുണ്ട്, വാർദ്ധക്യമുണ്ട്. അങ്ങനെയുള്ള കാലവും ഋതുഭേദം പോലെയാണ്. ഒരു വേനൽ കഴിഞ്ഞാൽ ഒരു മഴയുണ്ടാവും, മഴയ്ക്ക് ശേഷം മഞ്ഞുണ്ടാവും, പിന്നെ ഒരു വസന്തമുണ്ടാവും. ഇങ്ങനെ കാലങ്ങളുടെ കാര്യങ്ങളും ഇങ്ങനെ ഇതിൻ്റെ കാര്യവും പ്രായത്തിൻ്റെ കാര്യവും ഋതുഭേദം പോലെ ഒരു പ്രകൃതി നിയമമാണ്. എല്ലാവരും ഇതിൽ കൂടെ പോയിരിക്കും. ബാല്യത്തിലൂടെയും കൗമാരത്തിലൂടെയും യൗവനത്തിലൂടെയും കടന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും വാർദ്ധക്യത്തിലെത്തുന്നത്. അതിലെന്താ ആഘോഷിക്കാൻ? യാത്ര ആരംഭിച്ചു വർഷങ്ങൾ വളരെ കഴിഞ്ഞുവെന്ന് ഇപ്പോൾ ചില സുഹൃത്തുക്കൾ ഓർമ്മിപ്പിക്കുന്നു. മനസ്സിൻ്റെ വേഗത്തിനൊപ്പം എത്താൻ ചിലപ്പോൾ പാടുപെടുന്ന ശരീരവും ഇത് പിറുപിറുക്കാറുണ്ട്. ആഘോഷമില്ലേ എന്ന് ചിലർ.
ഇല്ലല്ലോ. വാർദ്ധക്യം ഋതുഭേദം പോലെ ഒരു പ്രകൃതി നിയമം മാത്രമാണല്ലോ. അതിലെന്താ ആഘോഷിക്കാൻ? പിറന്നാളുകൾ ഞാൻ ആഘോഷിക്കാറില്ല. കുറച്ചു കാലമായി ചില കൊല്ലങ്ങളിൽ മൂകാംബിയിൽ പോകും. അത് എൻ്റെ പിറന്നാളിനോ അത് കഴിഞ്ഞാൽ 3-ാം ദിവസം വരുന്ന മകൾ അശ്വതിയുടെ പിറന്നാളിനോ മൂകാംബിയിൽ ഗോവിന്ദടികളുടെ വീട്ടിൽ ചാപ്പാട്. ഗോവിന്ദടികൾ സുഹൃത്തായിരിക്കും. ആ ക്ഷേത്രവും പരിസരവും എനിക്ക് സ്വാസ്ഥ്യം നൽകുന്നു. വീട്ടുകാർ ഇങ്ങനെ ഒരു ചിട്ട നിശ്ചയിക്കാത്തത് കൊണ്ട് കൊല്ലത്തിലൊരിക്കൽ അവിടെ എത്തിച്ചേരാൻ ബാധ്യസ്ഥനാകുന്നു. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ പിറന്നാളിനായിരിക്കും, അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ മകൾ അശ്വതിയുടെ പിറന്നാളുണ്ട്. അപ്പോൾ എല്ലാ വർഷവും മൂകാംബിയിൽ പോകും. മൂകാംബിയിൽ പോയി അവിടുത്തെ ഗോവിന്ദടികളുടെ വീട്ടിലാണ് അന്ന് ചാപ്പാട് കഴിക്കുന്നത്. അല്ലാതെ വേറെ ആഘോഷമൊന്നും എൻ്റെ പിറന്നാളിന് ഉണ്ടാവാറില്ല. ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. ബാല്യം അത്ര അകലെയാണെന്ന് ഇപ്പോൾ ഓർത്തുപോകുന്നു. വീടിന് പിന്നിലുള്ള താന്നിക്കുന്നിൻ്റെ ചെരുവിൽ കഥയും കവിതയും ആലോചിച്ചുകൊണ്ട് നടന്ന ദിവസങ്ങൾ. അന്ന് ഒരു കുട്ടിക്ക് കൂട്ടുകാരില്ലാതെ തനിയെ കളിക്കാവുന്ന ഒരു വിനോദമായിരുന്നു അത്. മനസ്സിൽ വാക്കുകൾ ഉരുട്ടിക്കളിച്ച് അതിനൊരു ചിട്ടയോ ക്രമമോ ഉണ്ടാക്കാൻ. ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എൻ്റെ ബാല്യം എനിക്ക് ഓർമ്മ വരുന്നത്. താന്നിക്കുന്നിൻ്റെ ചെരുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഒറ്റപ്പെട്ട ബാല്യം. കളിക്കാനധികം കൂട്ടുകാരൊന്നുമില്ല. അപ്പോൾ കളിക്കാനുള്ളത് മനസ്സിൽ ചില വാക്കുകൾ മാത്രം. കുറേ വാക്കുകൾ അങ്ങനെ കൂട്ടിവെച്ചും വിടർത്തിക്കളഞ്ഞും ഇങ്ങനെയുള്ള ഒരു ചിന്തിച്ച് നടക്കുന്ന ഒരു ബാല്യം. വാക്കുകൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഉള്ള കളികളിൽ ഏർപ്പെടുക, അതായത് ഭാവനയിൽ ഏർപ്പെടുക, കഥകളെക്കുറിച്ച് പറയുക, സ്വന്തമായിട്ട് സ്വയം പറയുക, വാക്കുകൾ ഓരോന്ന് ചേർത്ത് വെച്ച്. അങ്ങനെ ഒരു ബാല്യമായിരുന്നു MTയുടേത്. നമ്മളൊക്കെ കൂട്ടുകാർ കൂടിയിട്ട് ഓടിക്കളിക്കുക, ചാടിക്കളിക്കുക, ഇതൊക്കെയാണ് അല്ലേ MTക്ക്. പക്ഷെ അത്രയധികം കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. താന്നിക്കുന്നിലാണ് കണ്ണാന്തളിപ്പൂക്കളുടെ കാലത്തില് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. കണ്ണാന്തളിപ്പൂക്കളുടെ കാലം, അല്ലെങ്കിൽ അതെടുത്തിട്ട് വായിച്ചു നോക്കുക. അതിൽ താന്നിക്കുന്നിൻ്റെ കാര്യമാണ് പറയുന്നത്. താന്നിക്കുന്നില് കണ്ണാന്തളിപ്പൂക്കൾ സമൃദ്ധമായിട്ട് വളർന്നിരുന്നു. ആ കണ്ണാന്തളിപ്പൂക്കൾ ഓണക്കാലത്താണ് വളരുക. ആ കണ്ണാന്തളിപ്പൂക്കളിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത്. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ കണ്ണാന്തളിപ്പൂക്കൾ വംശനാശം വന്നു. അവയെ കാണാനേ ഇല്ലാണ്ടായി. പാടത്തിൻ്റെ ഓരത്തോ വളരുന്ന പൂക്കളാണ് കണ്ണാന്തളിപ്പൂക്കൾ. നമ്മുടെ ടീച്ചറുടെയൊക്കെ ചെറുപ്പകാലത്ത് ചക്കിപ്പൂവ് എന്ന് പറയുന്ന ചുമന്ന പൂവുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ പെട്ടെന്ന് അത് വാടിപ്പോകും കേട്ടോ. എന്നാലും തുമ്പപ്പൂവിൻ്റെ കൂടെ ചക്കിപ്പൂവും നിറയെ ചക്കിപ്പൂവ് പൊട്ടിച്ചിടുമ്പോൾ ഒരു സന്തോഷമാണ്. ഓണം ഓട്ടുന്ന സമയത്ത് അത് 10 ദിവസം നമ്മൾ കളത്തിൽ വ്യത്യസ്തമായ പൂക്കളൊക്കെ ഇട്ടിട്ട് നല്ല ഡിസൈനൊക്കെ കൊടുത്തുണ്ടാക്കും. പക്ഷെ ഓണത്തിൻ്റെ അന്ന് നല്ല പൊലിരി പോലെ ഇങ്ങനെ തുമ്പപ്പൂവ് നിറച്ചിടും. അതിൻ്റെ മുകളിൽ ഈ ചക്കിപ്പൂക്കൾ കൊണ്ട് ഡിസൈൻ ചെയ്യും. ഇതേപോലെ MTയുടെ ബാല്യകാലത്തും താന്നിക്കുന്നിലെ കണ്ണാന്തളിപ്പൂക്കൾ ആണ് ഓണത്തിന് സമൃദ്ധമായിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തുമ്പപ്പൂക്കളും. ഇപ്പോൾ തുമ്പപ്പൂക്കളും കണ്ണാന്തളിപ്പൂക്കളും ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. തുമ്പച്ചെടിയൊക്കെ വളരെ അപൂർവമായിട്ടേ ഉണ്ടാകുന്നുള്ളൂ. അതിനുള്ള പറമ്പുകളൊന്നും അധികമില്ല ഇപ്പോൾ നമുക്ക്. ആ പറമ്പുകളൊക്കെ വെട്ടിമുറിച്ച് ഓരോരുത്തർക്കും സ്വന്തമായിട്ടുള്ള വീടുകൾ പണിതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൂക്കൾക്ക് വളരാൻ ഇടമില്ലാതായി. മാത്രമല്ല ഇത്തരം പൂക്കളെ സംരക്ഷിക്കുന്നതും ശ്രദ്ധിക്കുന്നതും ആർക്കും സമയമില്ല. അതെല്ലാം വെട്ടി നിർത്തി നല്ല ഓർക്കിഡുകളും അതുപോലെയുള്ള പുതിയ പുതിയ പുഷ്പങ്ങൾക്കും സ്ഥാനം പിടിച്ചു അവിടെയുള്ളത്. ഓണക്കളത്തിലും ചെണ്ടുമല്ലികളൊക്കെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരുത്താൻ തുടങ്ങി. അപ്പോൾ ഈ കുട്ടി ബാല്യത്തിലേക്ക് പെട്ടെന്ന് കടന്നിച്ചില്ലാണ്. ആ ബാല്യത്തിൻ്റെ ഓർമ്മകളിലേക്ക്. ആ ബാല്യത്തിൽ താന്നിക്കുന്നിൽ ഏകനായിട്ട് ഈ ബാലൻ ചുറ്റി സഞ്ചരിക്കാറുണ്ട്, പ്രകൃതി ഭംഗിയൊക്കെ നോക്കി. അപ്പോൾ വാക്കുകൾ ഉള്ളിൽ മനനം ചെയ്ത് ഉള്ളിൽ തികട്ടി വരുന്ന വാക്കുകൾ കൂട്ടി യോജിപ്പിക്കും. എന്നിട്ട് വീട്ടിൽ ചെന്ന് അത് എഴുതി വയ്ക്കും. അതിൻ്റെ ഭംഗി ആസ്വദിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഒരു ബാല്യത്തിലേയുള്ള വിനോദമായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്ന ബാല്യം അത്ര അകലെയാണെന്ന് ഇപ്പോൾ ഓർത്തുപോകുന്നു. വീടിന് പിന്നിലുള്ള
താന്യകുന്നിന്റെ ചെരുവിൽ കഥയും കവിതയും ആലോചിച്ചുകൊണ്ട് നടന്ന ദിവസങ്ങൾ. അന്ന് ഒരു കുട്ടിക്ക് കൂട്ടുകാരില്ലാതെ തനിയെ കളിക്കാവുന്ന ഒരു വിനോദമായിരുന്നു അത്. മനസ്സിൽ വാക്കുകൾ ഉരുട്ടിക്കളിച്ച് അതിനൊരു ചിട്ടയോ ക്രമമോ ഉണ്ടാക്കൽ. കവിത ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വരും അല്ലേ? നമ്മളത് കവിതയുടെ രീതിയിൽ ആ വാക്കുകൾ എവിടെയൊക്കെയാണ് വെക്കേണ്ടതെന്ന് നോക്കിയിട്ട് കവിത വെട്ടിയും തിരുത്തിയും ഒക്കെ എഴുതാറുണ്ട്. ദിവസവും എന്തെങ്കിലുമൊക്കെ കടലാസിൽ കുറിച്ചിടാൻ കഴിയുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ കടലാസുകൾ യാത്ര ആരംഭിക്കുന്നു. ഇറവെള്ളത്തിൽ കടലാസ് തോണികൾ ഒഴുക്കിവിടുന്നത് പോലെ. ഇങ്ങനെ താനിക്കുന്നിൽ നടന്ന് ചുരുക്കുട്ടിയ ഉരുട്ടിക്കളിച്ച വാക്കുകൾ വീട്ടിലെത്തുമ്പോൾ എഴുതി വെക്കും കടലാസിൽ. അങ്ങനെ എഴുതി ഒരു വിധം ആക്കുമ്പോൾ ആ കടലാസ് വായിച്ചു നോക്കും എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അത് യാത്രയാക്കുന്നത് എങ്ങനെയാ? എല്ലാം മനോഹരമായ വർണ്ണനകളോടെയാണ് പറഞ്ഞിരിക്കുന്നത്. യാത്രയാകുന്നത് ഇറവെള്ളത്തിൽ ഇറക്കിയ തോണി പോലെ, കടലാസ് തോണി പോലെ ആ കടലാസ് യാത്രയാവുകയാണ്. വെള്ളത്തിൽ ഇറക്കി വിട്ടു എന്നല്ല കേട്ടോ, ഇറവെള്ളത്തിൽ ഇറക്കി വിട്ട തോണി കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ പോകും വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച്. പിന്നെ മുകളിൽ നിന്നുള്ള മഴവെള്ളം വീണ് ചിലപ്പോൾ അതവിടെ അടിഞ്ഞു പോകും. ചിലത് മാത്രം ഒഴുകി നല്ല ഒഴുക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ കൊച്ചു കൊച്ചു എഴുത്തുകൾ, കഥകൾ ഒക്കെ അദ്ദേഹം പോസ്റ്റ് ചെയ്യും എന്നാണ് എഴുതിയിരിക്കുന്നത്. പത്രമാസികകളിലേക്ക് പോസ്റ്റ് ചെയ്യും എത്താൻ വേണ്ടിയിട്ട് ആ വിലാസത്തിൽ. ചിലതെല്ലാം പബ്ലിഷ് ചെയ്യും, ചിലതെല്ലാം ചവറ്റുകൊട്ടയിലേക്ക് ഇടും. ഇറവെള്ളത്തെ ഒഴുക്കി വിട്ട തോണി പോലെ, കടലാസ് തോണി പോലെ. അതാണ് പറഞ്ഞത്. അദ്ദേഹം കഥ എഴുതി അത് പത്രാധിപർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. ചിലതൊക്കെ ചവറ്റുകൊട്ടയിലാവും, ചിലതൊക്കെ പബ്ലിഷ് ചെയ്യും. അതൊരു വിനോദമായിരുന്നു. ആകാംക്ഷയോടെ പോസ്റ്റ്മാൻ വരുന്നതും കാത്ത് അദ്ദേഹം കാത്തിരിക്കും. ദിവസവും എന്തെങ്കിലുമൊക്കെ കടലാസിൽ കുറിച്ചിടാൻ കഴിയുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ കടലാസുകൾ യാത്ര ആരംഭിക്കുന്നു. ഇറവെള്ളത്തിൽ കടലാസ് തോണികൾ ഒഴുക്കിവിടുന്നത് പോലെ വിലാസമറിയുന്ന പത്രം ഓഫീസുകളിലേക്കാണ് ഒഴുക്കിവിടുന്നത്. പലതും വഴികളിലെവിടെയോ മുങ്ങിമറഞ്ഞു. എങ്കിലും വിനോദം തുടരുന്നു. അങ്ങനെ ചിലത് ഭാഗ്യത്തിന് അച്ചടിയുടെ കരയിലാണ്. ഇതൊരു കുട്ടിക്കളിയല്ല എന്ന ക്രമത്തിൽ ബോധ്യമാവുന്നു. പിന്നെ ഈ ഒരു പേജ് മതി. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ തരാം. ഇത് വായിച്ചു നോക്കുക, തനിയെ വായിക്കുക. അതിൻ്റെ കൂടെ ഞാൻ വിശകലനം ചെയ്യുന്നത് കൂടിയാവുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത് തറഞ്ഞു നിൽക്കും. ഇപ്പോൾ മാത്രമേ ഇത് മുഴുവനായിട്ട് വായിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുള്ളൂ. പരീക്ഷ എടുത്ത് ഇത് മുഴുവൻ വായിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് എന്നോടൊപ്പം തന്നെ ഇത് വായിച്ചു പോകുക. ഇതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. വലിയ ചോദ്യമാണെങ്കിൽ നിന്ന് വരിക. എസ്എ ക്വസ്റ്റ്യനാണ്. അതിൽ 2 ചോദ്യമുണ്ടായിരിക്കും ഈ പുസ്തകത്തിൽ നിന്ന്. 2 എസ്എ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 10 മാർക്കിൽ നിന്ന് ഇതിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.